യെസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംബിയർ ഫോർട്ടാണ്, ജയ്പൂർ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നലെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ആംബിയർ ഫോർട്ടിൻ്റെ അകത്തേക്ക് എൻട്രായി. സോ ഇനിയാണ് നമ്മളുടെ അത്ഭുത കാഴ്ചകൾ നമ്മുടെ വിഷ്വലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഇത് ഈ കാണുന്ന ഒരു കോട്ടിയാട് നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ? ഓക്കെ, ഇത് ഏകദേശം 400 വർഷം പഴക്കമുണ്ട്. അതായത് ഇത് ഈ ഫോർട്ട് ഒറ്റയടിക്ക് അങ്ങ് പണിയുന്നതല്ല. ഇത് കുറെ ഭാഗങ്ങൾ 500 കൊല്ലം മുമ്പ്, കുറെ അങ്ങനെ ഇതായിട്ടാണ്. ഇത് ദിവാനെ ആം എന്ന് പറയുന്ന സാധാരണ ആം ലോഗ് കാണുന്ന അവരുടെ ദിവാനെ കാണാൻ വേണ്ടി വരുന്ന ദിവാനെ കാണാനില്ല, അത് കാണുന്ന ഒരു അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് വന്നിരിക്കും. അപ്പോൾ ഇവിടുത്തെ അല്ലെങ്കിൽ രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ വന്നിട്ട് ഇരുന്ന് അവരോട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുകളിലൊക്കെ ഒരു ഇന്ത്യൻ ഹിന്ദു സ്റ്റൈൽ, അതെ, ആന അങ്ങനെയൊക്കെ ഉള്ള ലോട്ടസ് ഉണ്ട്, പൂവൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻട്രിക്കേറ്റ് ആണ്. അതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ താഴെ വരുന്ന ഭാഗങ്ങളൊക്കെ മുഗൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരൊക്കെ പണിയുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഇവിടുത്തെ രാജകുടുംബവും മറ്റേ മുഗളന്മാരുമായിട്ട് ഈ ജോധ അക്ബർ വഴിയൊക്കെ ഉള്ള ഒരു ബന്ധം വരുന്നു. അതിന് പുറമെ ഇവര് മുഗൾമാരെ ഇവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ കൂടി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ അവരെ ആക്രമിക്കും എന്നുള്ള പേടിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇവിടെ പല സ്ഥലത്തും പലതരം ആർക്കിടെക്ചർ കാണാൻ പറ്റും. അതായത് നമ്മുടെ ട്രഡീഷണൽ രാജസ്ഥാനി ആർക്കിടെക്ചറും മുഗൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആർക്കിടെക്ചറും പല സ്ഥലങ്ങളിലും അതിന്റെ ആർച്ച് വേയിലും ഒക്കെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ കല്ലുകൾ രാജസ്ഥാനിലെ പല സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നു. അകത്ത് കാണുന്നത് വെള്ളക്കല്ലാണ്, പുറത്ത് കാണുന്നത് പിങ്ക് കല്ലാണ്. ഇതൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ അതേപോലെ തന്നെ അതിലുള്ള പെയിന്റിങ്സ്, വെജിറ്റബിൾസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിന്റെ ഇപ്പൊ ഈ ഒരു പെയിന്റിംഗ് പറഞ്ഞാൽ വളരെ 100 കണക്കിന് എന്ന് പറയുന്ന പോലത്തെ അവർ പലതരത്തിലുള്ള കളേഴ്സ് ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ വെജിറ്റബിളിൽ നിന്നാണ് പച്ചച്ചീര, അല്ലെങ്കിൽ അവർ പറയുന്ന കുച്ചുമ്പർ, വെള്ളരിക്ക പോലത്തെ അതിന്റെയൊക്കെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളറുകളൊക്കെ നമ്മുടെ ചുമന്ന പോമഗ്രാനൈറ്റ്, അനാറ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല, അപ്പോൾ എല്ലാം മുഴുവൻ വെജിറ്റബിൾ ആണ്. ഇതുവരെ അതിന് അധികം കോട്ടവും തട്ടിയിട്ടില്ല ഇത്രയും കാലങ്ങളായിട്ട്. അതാണ് അതിൻ്റെ ഒരു താങ്ക് യു. വേറെ പെയിന്റിംഗ്. അതെ, എന്താ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വെള്ളം ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വെള്ളം ചൂടാക്കുന്ന സ്ഥലം. ഈ ഒരു ഭാഗം ഇവരുടെ ഒരു സെഷൻ കോർട്ട് പോലെ, അതായത് പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, ഒരു ഹോളാണിത്. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഹോൾ, അതാണ് ഒരു ഹൈക്കോടതി എന്ന് വിളിക്കാം. കാരണം ഇവിടെ തീർപ്പ് കൽപ്പിക്കാത്തതൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയി ആളുകൾക്ക് അവരുടെ സങ്കടം പറയാം. അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തും. അതാണ് അതിന്റെ ഒരു. ഇനി വെള്ളം ചൂടാക്കുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട്. കൂടാതെ വെള്ളം ചൂടാക്കുന്ന ഡീസൽ. ये है वो आग लगाई जाती थी, जलाने डाली जाती थी, तो वैसे वैसे कॉपर प्लेट इसके अंदर है और वो गर्म होती रहती है, इसको मारती रहती है. और ये മെഷീനാണ്, ഇതിനകത്ത് കോപ്പർ, ഫുൾ കോപ്പറാണ്, കോപ്പറിന്റെ പ്ലേറ്റ് ആണ്. അതിന്റെ മുകളിൽ കൂടെ അവര് ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ട്, കാരണം നേരിട്ട് ഇത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴെ വലിയ വിറക്, വലിയ പീസസ് വിറക് വെക്കാനുള്ള 2 ഹോളാണ് ആ കാണുന്നത്. അത് വെച്ചിട്ട് അവിടെ നിന്ന് ചൂടാക്കും. ഇത് ഒരു വാട്ടർ ടാങ്ക് ആണ്. ഇതിനകത്ത് മുഴുവൻ വെള്ളം. ഇതിൽ കൂടെ ചൂടാക്കും. ഈ കോപ്പർ പ്ലേറ്റ് ചൂടാവും, പിടിച്ച കുറെ നേരം ചൂടായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ചൂട് അങ്ങോട്ട് ചെല്ലുന്നു, വെള്ളം നല്ല പതിനായിട്ട് ചൂടാവും. ഇത് ഈ ഒരു ഹോൾവേ വെന്റിലേഷന് വേണ്ടി, അതിന് പുക ഇഷ്ടംപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സംഭവം. അതേ സംഭവം തന്നെയാണ്, ഒരു സംശയമില്ല. അവരുടെ ബുദ്ധി പോയതേ. ഇത് സാഫ്രോൺ ഗാർഡൻ ആണല്ലേ? കശ്മീരിൽ നിന്ന് കൊണ്ടുവന്നത്. ओपन टॉयलेट होते हैं, पुराने जमाने के राजा महाराजा के टाइम के ऐसे ओपन टॉयलेट होते हैं. ടോയ്ലറ്റ്, രാജാക്കന്മാരുടെ ടോയ്ലറ്റ്. കാര്യം സാധിക്കുന്നത് ഇങ്ങനെ. ഇരുന്നോളൂ. क्या बात है, महाराजा जितेंद्र सिंह जी का टॉयलेट सीट.
അവരപ്പിട്ടിട്ട് പോവും. ഒഴിക്കേണ്ടത് പ്രജകൾ. ആ ആ ഇവിടെ നിന്ന് ഇത് സെപ്റ്റി ടാങ്ക് ഇതിലേക്ക് വരും അവിടെ നിന്ന്. ഇതൊക്കെ നമ്മളുടെ ഊഹമല്ലേ. അന്നത്തെ കാലത്തെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ദീപം വെക്കാൻ വെളിച്ചത്തിനുള്ള 500 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ടബ് അല്ലേ. പ്രദക്ഷിണം പോലെ ആൾക്കാർ പോണം. കണ്ടില്ലേ, ഇത് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടബാണ്. ഇതിൽ മഹാറാണി സെന്ററിൽ ഇറങ്ങി ചുറ്റിലും ദാസിമാരുണ്ടാവും. ഇതിൽ മുഴുവൻ വെള്ളമായിരിക്കും, ചൂടുവെള്ളം തണുത്ത വെള്ളം ഇത് മിക്സ് ചെയ്തു. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനായിരിക്കും. സോ അതിനകത്ത് അവരിറങ്ങി നിൽക്കുന്നു, അവരെ കുളിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് സോപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാം സുഗന്ധം ഉള്ള എന്തെങ്കിലുമൊക്കെ ദ്രവ്യങ്ങളായിരിക്കും അവർ യൂസ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട വെള്ളമായിരിക്കും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് പനിനീരാവാം, അതേപോലെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മണങ്ങൾ വരുന്ന പല ടൈപ്പ് വെള്ളങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് യൂസ് ചെയ്ത് നമ്മുടെ മഹാറാണീനെ കുളിപ്പിച്ച്. അപ്പോൾ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അവിടെ നിന്നാണ് നേരെ കാണുന്ന ആ ഹോള് കണ്ടോ, ആ ഹോളിൻ്റെ അകത്തുനിന്നാണ് വെള്ളം താഴേക്ക് വരുന്നത്. അതിനകത്താണ് ആ ദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് അതിലൂടെ വെള്ളം താഴേക്ക് വന്ന് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് അതിൽ ചൂടും തണുപ്പും ഒക്കെ മിക്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഇതൊരു സൺബാത്ത് ഏരിയ ആണ്. അപ്പോൾ സൺബാത്തിന് നേരെ മഹാറാണി വരുന്നു, ഇവിടെ ഇരുന്ന് സൺബാത്ത് ചെയ്യുന്നു. സൺബാത്തിന് ശേഷം വീണ്ടും മസാജ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. ഇവിടെ നിന്നാണ് സൂര്യപ്രകാശം സൺബാത്ത്. അവർ കുളിച്ചതിന് ശേഷം അവരവിടെ നിന്ന് സൺബാത്ത് ഇവിടെയാണ്, പിന്നെ ഇവിടെയാണ് മസാജ് ചെയ്യുന്ന സ്ഥലം. സോ അത്ര അടിപൊളി ഒരു എന്താ പണ്ടത്തെ കാലത്തെ ഇവരുടെ പരിപാടികൾ. ടാങ്ക് ആണ്. देखिए नीचे तो कॉपर प्लेट थी ना, ये कॉपर प्लेट है और ये गर्म होती रहती थी. ചൂടാക്കുന്നത് നമ്മൾ താഴെ നിന്ന് കണ്ടതാണ് ടാങ്ക്. ഇവിടെയാണ് വെള്ളം. गर्म पानी जिस होल के माध्यम से जाता, ठंडा पानी उस होल के माध्यम से, दोनों मिल जाते हैं वहाँ से मिक्स. तो ये बाहर का ये होता था चेंजिंग रूम. चेंजिंग रूम चेंज करती थी यहाँ पे. वहाँ पे बॉडी मसाज कराने के बाद में यहाँ पे ड्रेस चेंज करते थे. चेंजिंग रूम होता था. ये डायमंड सेट भी दिया है सब. जयपुर का जेंट्स की बहुत है, तो यहाँ पे जो घासीगत होता है वो तैयार किया जाता है. घासीगत मतलब जो किया जाता है. ऐसा नहीं लग रहा है कि इतना पुराना है. पुराना है सर, एक्चुअली पुराना है. ये देखो ये डिजाइन. हाँ, ये बताएंगे आपको. इसमें 5 प्रकार की चीजें मिश्रण की गई है. प्लास्टर, पेंट, मुल्तानी मिट्टी, नारियल का तेल, व्हाइट उड़द की दाल, अंडा और जो डायमंड को घिसने के बाद में जो कण होते हैं. വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ തന്നെ വെളിച്ചെണ്ണ, അതേപോലെ തന്നെ ഡയമണ്ട് ഉരച്ചിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾസ്, ഒരു പൊടി ഉണ്ടാവില്ലേ, ആ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു തിളക്കമുണ്ട്. നിങ്ങളിപ്പോൾ ഈ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ പ്രോപ്പറായിട്ട് അതിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിളങ്ങുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. हल्का सा बोलेंगे तो भी आपको प्रॉपर सुनाई देगा. बोलिए सर, आप बोलिए. ആണോ? ഞാൻ ഇവിടെ നിന്ന് പറയുന്നു. കേൾക്കുന്നുണ്ട്. ഒന്ന് അവിടെ നിന്ന് എടുത്തേ. ഇവിടെ തന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവിടെ കേൾക്കുന്നുണ്ട്. പൊളിയാട്ടോ അത്. അത് ഞങ്ങൾ രണ്ടുപേരും സംഭവം. ഒന്ന് ഞാൻ ചേട്ടൻ ഒന്ന് ഷൂട്ട് ചെയ്യാമോ? അപ്പൊ ഞാൻ ലൈവാണ്. ലൈവാണ്. ജി സാറ് അവിടെ നിന്ന് പറയും, എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ.
ദേവദാസ് അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നല്ലേ പറഞ്ഞത്. ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റില്ല, ഒരു എക്കോ ഉണ്ട്, പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാം അല്ലേ. ടെക്നോളജി അന്ന് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ടെക്നോളജി. താങ്ക് യു ചേട്ടാ, താങ്ക് യു എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നതിന്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളെ എഞ്ചിനീയർ ആയിക്കോട്ടല്ലോ, ഇപ്പൊ ഒന്നും ആർക്കും ബുദ്ധി പോലും ഇല്ല. समझ में आ रहा है ना? സമയം. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ അത്ഭുതങ്ങളാണ് ഈ കൊട്ടാരത്തിനകത്തുള്ളത്. ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലും വരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയെ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു സസ്പെൻസ് കളയുന്നില്ല. അത്ര അടിപൊളി കാര്യങ്ങളാണ് നിങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ജയ്പൂർ വിശേഷങ്ങളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്, സൈനിങ് ഓഫ്.